നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ കരിയർ കുറേ പേര് ചൂസ് ചെയ്തിട്ടുണ്ട്. കുറേ പേർക്ക് ഇപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് ഒരു ധാരണയായിട്ടില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏത് കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളത് ഒരു ധാരണയായിട്ടില്ല എന്നുള്ളത്. അപ്പം മിസ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏത് കരിയർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ പേര് പറയുന്ന പോലെ എഞ്ചിനീയറിംഗ് തന്നെ എടുക്കണം, അല്ലെങ്കിൽ നീറ്റ് തന്നെ എടുക്കണം, അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഡോക്ടർ ആകണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആകണം, അതാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവരും പറയുന്ന ആ ഒരു ജോലി. അപ്പം അതുകൊണ്ട് അത് തന്നെ സെലക്ട് ചെയ്യണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി എന്താണോ അത് നിങ്ങൾക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ഏത് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ഒരു ഇഷ്ടത്തോടു കൂടെ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഒരു നല്ലതാവില്ല അല്ലേ. ഇപ്പം നിങ്ങളിപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഓൺലൈൻ ടീച്ചിങ് ആയതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ ആയിരിക്കും നമുക്ക് ലൈവൊക്കെ വരിക. നിങ്ങൾ കാണാറുള്ളതാണല്ലോ. ചില ദിവസങ്ങളിൽ നമ്മൾ പാതിരാ വരെ ഇരുന്നിട്ട് ലൈവൊക്കെ കഴിഞ്ഞിട്ട് അത്രയും ടയേർഡായിട്ട് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് ബൂസ്റ്റർ എടുക്കാനായിട്ട് നമ്മൾ വീണ്ടും ലൈവിൽ എണീറ്റ് വരും. ഉറക്കം ഉണ്ടാവില്ല എക്സാം ടൈമിൽ. അപ്പോൾ അങ്ങനെ പിന്നെ മാത്രമല്ല, അത്രയും നമ്മൾ കുറേ നേരം ഇരുന്ന് PPT ഉണ്ടാക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെറുതെ പറഞ്ഞു തന്നാൽ പോരല്ലോ. നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളാകുമ്പോൾ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്നൊരു ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ വേഗം മാറ്റി പോകാവുന്നേ ഉള്ളൂ. അപ്പോൾ കുട്ടികളെ നമുക്കിവിടെ പിടിച്ചിരുത്തണം. അപ്പോൾ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കോഡുകൾ ഉണ്ടാക്കുന്നു, ട്രിക്കുകൾ ഉണ്ടാക്കുന്നു. ഇത് നമ്മളിങ്ങനെ ആലോചിച്ച് ഉണ്ടാക്കും. പിന്നെ അത്രയും നമുക്ക് പരീക്ഷയുടെ തലേ ദിവസമൊക്കെ ഉണ്ടാവുന്ന ആ സ്ട്രെസ്സ് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ വിചാരിക്കും മിസ് ഞങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഭയങ്കര സ്ട്രെസ്സാണ് മിസ് ഏതൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ സ്ട്രെസ്സ് ആക്ച്വലി നമ്മൾ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും എളുപ്പമാക്കി തരാനായിട്ട് പരീക്ഷയ്ക്ക് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ വരണം എന്നുള്ളത് നമുക്ക് അത്രയും ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഞങ്ങൾ ചെയ്യാനുള്ള റീസൺ എന്താ? ഞങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഞങ്ങൾക്ക് ഇതൊരു മടുപ്പായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജോലി നമ്മൾ അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ നമ്മൾ അത്ര ഇൻട്രസ്റ്റോട് കൂടെ ചെയ്യുന്ന ഒരു ജോലി ആകുമ്പോൾ നമുക്കത് ഒരിക്കലും ഒരു മടുപ്പ് വരില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾക്ക് ഇപ്പം നമുക്കിപ്പോൾ എത്ര കാലം വേണമെന്നുണ്ടെങ്കിലും വയസ്സാകുന്ന വരയ്ക്ക് വരെ നമുക്ക് ഈ ഒരു ജോലി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കാരണം അത് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട് അത്രയും പാഷനായിട്ടായിട്ട് ചെയ്യുന്ന ജോലി ആയതുകൊണ്ടാണ്. അപ്പോൾ അതേപോലെ ആയിരിക്കണം നിങ്ങളും നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷത്തിനപ്പുറത്തേക്ക് ആ ഒരു നിങ്ങൾ ഏതാണോ കരിയർ സെലക്ട് ചെയ്തത് 5 വർഷത്തിനപ്പുറത്തേക്ക് അതിന് സ്കോപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പോഴേ ഉറപ്പിക്കണം. ഓക്കെ, കാരണം കുറേ കോഴ്സുകൾ അങ്ങനെ പോയിട്ടുണ്ട്. നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും 5 വർഷത്തിനപ്പുറത്തേക്ക് അതിനിവിടെ സ്കോപ്പ് ഉണ്ടോ? കാരണം ടെക്നോളജി ഡെവലപ്പ് ആയിട്ട് വരല്ലേ, AI ഒക്കെ ഡെവലപ്പ് ആയിട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോഴേ നോക്കണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ സ്കില്ല്, ചിലപ്പോൾ നമുക്ക് ഇപ്പം ആ ഒരു സ്കില്ലൊന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷേ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. ഓക്കെ, പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള കാര്യം നിങ്ങൾ നോക്കേണ്ട എത്രയേ ഉള്ളൂ, നിങ്ങൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏത് കരിയർ നിങ്ങൾ സെലക്ട് ചെയ്താലും നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഡെയിലി നിങ്ങൾ ആ ഒരു ജോലി ഏതായിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഏത് ജോലി നിങ്ങൾ സെലക്ട് ചെയ്താലും ഡെയിലി നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇത്രയും കാര്യങ്ങളിൽ ടിക്ക് എന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട, നേരെ അങ്ങോട്ട് എടുത്തോ. നിങ്ങൾക്ക് ആ ഒരു കരിയർ സെറ്റാണ്. എന്തായാലും എൻ്റെ കുട്ടികൾക്ക് അവിടെ അടിപൊളിയായിട്ട് എന്താ പറയുക സെറ്റാക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഇവരുടെ ടേണിംഗ് പോയിന്റ് ആരും കേൾക്കാത്തവരായിട്ടില്ലല്ലോ. 10ാം ക്ലാസ്സിൽ ഒരു ടേണിംഗ് പോയിന്റ്, +2 ഒരു ടേണിംഗ് പോയിന്റ് കേൾക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ അത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. ഈവൻ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് വരെ ഞങ്ങളും കേൾക്കാറുണ്ട് 10ാം ക്ലാസ് ആണ് ടേണിംഗ് പോയിന്റ്, അത് കഴിഞ്ഞാൽ +2 അടുത്ത ടേണിംഗ് പോയിന്റ്. ആരും കേൾക്കാത്തവരായിട്ടില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വിചാരിക്കും, ഈശ്വര ഇതെന്തോ സംഭവമാണ്, ടേണിംഗ് പോയിന്റ് എങ്ങാനും തെറ്റിപ്പോയാൽ തീർന്നു ലൈഫ്, അതോടുകൂടെ തീർന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഓക്കെ, പക്ഷെ അങ്ങനെയൊന്നുമില്ല. അതായത് നമ്മളിപ്പോൾ അഥവാ ഒരു റോങ് ടേൺ നമ്മൾ എടുത്തു പോയി എന്ന് വിചാരിക്കുക. ഇപ്പോൾ +2 കഴിഞ്ഞ് നമ്മൾ എടുത്ത കോഴ്സ് നമുക്ക് വിചാരിച്ച പോലെ അങ്ങോട്ട് സെറ്റായില്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ ഒരു റോങ് ടേൺ നമ്മൾ എടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും. ഓക്കെ, പക്ഷെ പ്രശ്നം എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും കുറച്ച് സമയം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് പൈസയും പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഈ ഒരു സമയത്ത് എടുക്കുന്ന ഡിസിഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനെന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ നമുക്ക് തിരുത്താനായിട്ട് പറ്റായികയൊന്നുമില്ല, ഒക്കെ ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷെ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിച്ചിട്ടെടുക്കാം. ഓക്കെ, ഇനി ഇവിടെ സയൻസ് എടുത്തവർ ആരൊക്കെയാ മക്കളെ? മിസ് കുറച്ച് അങ്ങോട്ട് വരട്ടെ.
അതായിരിക്കും കുറച്ചും കൂടെ നിങ്ങളുടെ റെസ്പോൺസ് കിട്ടാനായിട്ട് കുറച്ചും കൂടെ നല്ലത് അതായിരിക്കും തോന്നുന്നു. ഓക്കെ, ഇവിടെ സയൻസ് എടുത്തവരൊന്ന് ജസ്റ്റ് ഒന്ന് കൈ പൊക്കോ. ഓക്കെ, അപ്പോൾ മിസ് ഒരു കാര്യം പറയട്ടെ, നമുക്കിപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാമല്ലോ. 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ സയൻസ് എടുത്തതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നുള്ള മിസ് പറഞ്ഞു തരട്ടെ. എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അതായത് ഇത്രയുള്ളൂ, നമ്മളിപ്പോൾ ഒരു സയൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനിലേക്ക് വേണമെന്നുണ്ടെങ്കിലും മാറാനായിട്ട് പറ്റും. മനസ്സിലായോ? അതായത് നിങ്ങളിപ്പോൾ കൊമേഴ്സ് എടുത്തു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസോ എടുത്തെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയുള്ള കോഴ്സസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും സയൻസിലേക്ക് മാറണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പറ്റില്ല. കാരണം നമുക്കിങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ മാറുമല്ലോ അല്ലേ. ഒബ്വിയസ്ലി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ആഗ്രഹങ്ങളായിരിക്കില്ല, കുറച്ച് കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ ചിലപ്പോൾ മാറി എന്നൊക്കെ വരും. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. ഈ കൊമേഴ്സിനായാലും ഹ്യൂമാനിറ്റീസിനായി കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സയൻസിലേക്ക് ചാടാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ സയൻസ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. സയൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ +2 കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ BCom ചെയ്യാൻ പോവാം, കുഴപ്പമില്ല. ഓക്കെ, കൊമേഴ്സ് ഫീൽഡിലേക്കോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഫീൽഡിലേക്കോ നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ, സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടഫാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. ഹ്യൂമാനിറ്റീസിനേക്കാളും കൊമേഴ്സിനേക്കാളൊക്കെ ഭയങ്കര ടഫാണെന്ന് കേട്ടിട്ടുണ്ടോ? സംഭവം ടഫ് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് കുട്ടികൾ നിങ്ങളിപ്പോൾ കൈപോന്നിച്ചിട്ടുള്ള എല്ലാവരും എന്താണ് സയൻസ് ആണ് എടുത്തത് അല്ലേ എന്ന് വെച്ചിട്ട് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ മോശമാണെന്നൊന്നും അല്ല മിസ് പറയുന്നത്. എല്ലാത്തിനും ഇപ്പം നിങ്ങൾ ഈ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ലക്ഷ്യബോധം ഉള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾ ഇപ്പം അത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികളായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷേ ഇങ്ങനൊരു ഓപ്ഷനും കൂടി ഉണ്ട് എന്നുള്ളതാണ് മിസ് പറയുന്നത്. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളതിനേക്കാളും കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ലെവൽ കൂടിയിട്ട് കുറച്ചും കൂടെ പഠിക്കാൻ നമുക്കുള്ളത് ഒബ്വിയസ്ലി നമുക്ക് സയൻസിൽ തന്നെയാണ്. നേരത്തെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബയോളജിയാണ് മിസ് എടുക്കുന്നത്. ബയോളജിയിൽ നമുക്ക് 10ാം ക്ലാസ്സിൽ 6 ചാപ്റ്ററേ ഉള്ളൂ. 6 ചാപ്റ്റർ, അത് നല്ല ഇപ്പം മറ്റേ പുതിയ സിലബസ് ഒക്കെ ആയപ്പോൾ കുറച്ചൊന്ന് ഇച്ചിരി സ്റ്റാൻഡേർഡ് ആക്കി. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും അതിനേക്കാളും ലെവൽ കൂടിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് +1 വരുന്നത്. 19 ചാപ്റ്റേഴ്സ്, 9 ചാപ്റ്റർ ബോട്ടണി, 10 ചാപ്റ്റർ നമുക്ക് സുവോളജി, അങ്ങനെ 19 ചാപ്റ്റർ വരുന്നുണ്ട്. ഓക്കെ, അത്രയും പഠിക്കാൻ തന്നെയാണ് കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങൾ പരീക്ഷയുടെ തലേ ദിവസം പഠിച്ചവരുണ്ടോ ഈ കൂട്ടത്തിൽ? 10ാം ക്ലാസ്സിൽ പരീക്ഷയുടെ തലേ ദിവസം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് കുറച്ച് ദിവസം മുന്നേ പഠിച്ചവരുണ്ടോ? ഉണ്ടായിരിക്കും, മിസ്സിനറിയാം. കാരണം നമ്മളൊക്കെ ആയാലും അങ്ങനെയായിരുന്നല്ലോ. 10ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പരീക്ഷയുടെ കുറച്ച് ദിവസം മുന്നേ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയിരുന്നു. നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും അത്യാവശ്യം മാർക്ക് നമുക്ക് സ്കോർ ചെയ്തെടുക്കാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ മിസ് പറഞ്ഞുതരാം, ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല. +1 +2 എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റില്ല. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും പറയില്ലേ, നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അതന്നെ വന്നു മക്കളെ, അതന്നെ വന്നു എന്ന് പറയില്ലേ. പണ്ടാണെങ്കിൽ അത് കറക്റ്റായിട്ട് നടന്നിരുന്നു. കാരണം എന്താ, കറക്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്താണോ ചോദിച്ചിരുന്നത് അത് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരുന്നത്. അപ്പൊ നമ്മൾ പറയും, ഓ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അത് തന്നെ വന്നു എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം പഠിപ്പിച്ചു കൊടുക്കുക, ഫുള്ള് നിരത്തി പരത്തി എല്ലായിരുന്നു നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. കാരണം എന്നാലാണ് നമുക്ക് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ. പണ്ടത്തെ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം അത് അങ്ങനെ തന്നെയല്ല വരുന്നത്. ഇപ്പൊ നല്ല സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കുട്ടികൾക്ക് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ പറയാണ്, +1 എത്തിയിട്ടുള്ള കുട്ടികളുടെ അടുത്ത് ഇപ്പോഴേ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് വീതം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതും നല്ല ടൈം ടേബിൾ അനുസരിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സൈലത്തിന്റെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെ നമ്മൾ ടൈം ടേബിൾ ഇട്ട് തരും. കറക്റ്റായിട്ട് ഓരോ ദിവസം നിങ്ങൾക്ക് കുറച്ച് വീതം മാത്രമേ പഠിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ടും ബാക്കിയുള്ള ക്ലാസ്സുകളും റെക്കോർഡഡ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സൈലത്തിന്റെ ബാച്ചസിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ പറയുന്ന +1 +2 കൂടെ തന്നെ നിങ്ങൾ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് +1 +2 കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാപ്പ് ഉണ്ടാവില്ലേ, ആ സമയത്ത് എൻട്രൻസിന് പഠിക്കാന്നാണ് കുറേ പേര്, മെജോറിറ്റി പേര് ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ലേ, നമുക്ക് നോർത്ത് ഇന്ത്യൻസിനാണ് ആ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് വരുന്നത് അല്ലേ. കാരണം എന്താണ്, കാരണം അവർ കുറേ മുന്നേ തന്നെ ഈ +1 +2 കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിലല്ല അവർ നീറ്റിന് വേണ്ടി പഠിക്കുന്നത്, കുറേ മുന്നേ തന്നെ അവർ പഠിച്ചു തുടങ്ങുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് വേണം,
നിങ്ങൾ ഇപ്പൊ ഇത്രയും എത്തിക്കഴിഞ്ഞു. സോ ഇനിയെങ്കിലും നിങ്ങൾക്ക് എന്താ പറയാ, ഒരുപാട് സമയം നിങ്ങൾക്ക് ലേറ്റ് ആയിട്ടില്ല. ഈ +1 +2 ടൈമിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, എൻട്രൻസ് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് നീറ്റും അതേപോലെ തന്നെ ഇതിനു വേണ്ടി മാത്രമല്ല, അത് കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് എക്സാംസുകൾ വരുന്നുണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കി പഠിക്കാം. മിസ് പറയില്ലേ, IIT ഉണ്ട്, അതേപോലെ IIIT ഉണ്ട്, NIT ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾ ലക്ഷ്യം വെക്കുക. ഓക്കെ, അതേപോലെ നമ്മൾ നീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ എയിംസ് ഒക്കെ നിങ്ങൾ ലക്ഷ്യം വെക്കുക. കാരണം അവിടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വേറെ തന്നെയാണ്. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാലും എല്ലാവരും ആ ഒരു നമ്മുടെ ചുറ്റുപാടും തന്നെ മൊത്തത്തിൽ മാറും. അത് നമ്മളെ തന്നെ മൊത്തത്തിൽ മാറും. നമുക്ക് നല്ലൊരു അംബീഷൻ വരും, വേഗം തന്നെ ജോലി കിട്ടണം. നമ്മളിപ്പോഴൊക്കെ അച്ഛനമ്മയും അല്ലെ, അച്ഛനമ്മേനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കുക. കുറച്ചൊരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ബുദ്ധിമുട്ടാവും. നമ്മൾ എത്രത്തോളം വെച്ചിട്ട് അച്ഛനമ്മേനെ നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും, പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ചോദിക്കും. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ ഇങ്ങനെ ഇനി ഇത്രയും ഞാൻ പൊത്തുപോലെ പറഞ്ഞിട്ട് എങ്ങനെയാ ഇപ്പോൾ ചോദിക്കുക എന്നുള്ളൊരു സംഭവം വരും. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കേ, അച്ഛനും അമ്മയും ഇപ്പോഴൊക്കെ നമുക്കാണ് ഡ്രസ്സൊക്കെ വാങ്ങിത്തരുന്നത്. നിങ്ങൾ വേഗം തന്നെ നിങ്ങൾക്ക് പഠിച്ച് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം സാലറിയിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, അവർ ചോദിക്കാതെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. ഇതൊക്കെ ആക്ച്വലി നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന കാര്യമല്ലേ അല്ലേ? അപ്പൊ ആ ഒരു രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എത്തപ്പെടണം. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും വേഗം തന്നെ സെറ്റിലാകുക. അതേപോലെ തന്നെ എന്ത് വേണം നമുക്ക്, നിങ്ങൾ എത്ര സാലറി വേണം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ, എത്ര സാലറി വേണം? അതായത് നിങ്ങൾ ഫ്രഷറായിട്ട് ജോലിക്ക് കയറാണ്, ഓക്കെ, സ്റ്റാർട്ടിങ്ങിലാണ് നിങ്ങൾ ജോലിക്ക് കയറുന്നത്. എത്ര സാലറി വേണം ഫസ്റ്റ് ആയിട്ട്? എത്ര വേണം അമ്മേ? നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വേണം? ഉള്ളത് കൊണ്ട് ഹാപ്പി അതൊക്കെ. നിങ്ങൾക്ക് എത്ര വേണം സ്റ്റാർട്ടിങ്ങിൽ? അതായത് നിങ്ങൾ മോൻ കയറുന്നുള്ളോ, അപ്പൊ അങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിൽ എത്ര വേണം? കിട്ടുന്നത് മതി. നിങ്ങളെല്ലാവരും ഇല്ല കുഴപ്പമില്ല, എനിക്കുള്ളത് മതി, ഉള്ളതുകൊണ്ട് ഞാൻ ഹാപ്പി ആണെന്ന് വിചാരിക്കുമോ? അങ്ങനെയല്ല കേട്ടോ. നമുക്ക് പൈസ വളരെ അത്യാവശ്യമാണ്. സമയമായോ? ഓക്കെ, പൈസ വളരെ അത്യാവശ്യമാണ്. പൈസ ഇല്ലാതെ ഒന്നും നടക്കില്ല. ഓക്കെ, പൈസ ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ മിസ് 1000 രൂപയ്ക്ക് വൻ ഹാപ്പി ആയിരുന്നു. 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്, എല്ലാ കാര്യങ്ങളും നടക്കുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് പൈസക്ക് പൈസ തന്നെ വേണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, കുറച്ച് മതി, ഒരു 10,000 മതി, 30,000 മതി സ്റ്റാർട്ടിങ് സാലറി. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ലക്ഷങ്ങൾ കിട്ടുന്ന സാലറീസ് ജോബുകളുണ്ട്. ഓക്കെ, അപ്പൊ എപ്പോഴും എന്താ ചെയ്യുക, നിങ്ങൾ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക. CA CMA ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും, മുന്നിലുള്ള ഓപ്ഷൻസ് ആണ്. അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നേരത്തെ മിസ് പറഞ്ഞ നമ്പർ ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് വിളിക്കുക. വേഗം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ഇനി നമുക്ക് തന്നെ ആയാലും പേഴ്സണലി മെസ്സേജ് അയച്ചാലും മതി, നമ്മളെല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് മിസ്സേ, മതിയാക്ക് മിസ്സേ, ഈ ഡയലോഗ് അടിച്ച് സമയം കളയല്ലേ, ഞങ്ങളുടെ ഗസ്റ്റ് ഒക്കെ വരാൻ സമയമായി എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് മിസ് അധികം കുറച്ച് വെറുപ്പിച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും മിസ് ഇതേ നിർത്താനായിട്ട് പോവാണ്, ഇനി ആരും പേടിക്കണ്ട. അപ്പൊ എല്ലാവരും നല്ല മക്കളായിട്ട് വളരാ, നല്ല ഹ്യൂമൻ ബീങ് ആയിട്ട് എല്ലാവരും മാറാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ.